രാജാതിരാജാവേ കർത്താതികർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു ബോധം. രാജാതിരാജാവേ കർത്താതികർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു ബോധം. നരകാഗ്നിയാൻ വെന്തരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. നരകാഗ്നിയാൻ വെന്തരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. യേശുവിൻ നാമമതത്ഭുതനാമം പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമമതത്ഭുതനാമം. നിത്യവാസം ഈശ്വരനോടൊത്ത് നീതി സൂര്യശോഭയണിഞ്ഞ മതിപാലത്. നിത്യവാസം ഈശ്വരനോടൊത്ത് നീതി സൂര്യശോഭയണിഞ്ഞ മതിപാലത്. ഉന്നയമതുണ്ടൻ പ്രിയനൊത്തവാസം നിവൃത്തിയായതും രക്തമുദ്രിതമെന്നും. ഉന്നയമതുണ്ടൻ പ്രിയനൊത്തവാസം നിവൃത്തിയായ നിത്യരക്തമുദ്രിതമെന്നും സദകലന പാണിട. ക്രിസ്തുനാമ കീർത്തനം സദാ സത്യനാമ കീർത്തനം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരും ആദരണീയമായ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നല്ലവരായ ദേശനിവാസികൾക്ക് ഏവർക്കും ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള മധ്യാഹ്ന സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഇവിടെ ഇന്ന് പകൽ സമയം ഈ വയസ്സിന്റെ ഭവനം പ്രദർശിക്കുവാനിടയായിത്തീരുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റജി മോഹൻ അവർ തന്റെ കുടുംബം, പ്രിയ മൂല്യ സഹോദരി കുഞ്ഞുങ്ങൾ ഇവിടെ പാർക്കുന്നു. ഈ ഭവനം പ്രദർശിച്ച അനന്തരം അല്പസമയം ദേശത്തോടെ ദൈവശബ്ദം മുഴുവൻ കേൾപ്പിക്കുവാൻ ദൈവം കാണിച്ച മഹാമനസ്കതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ ദൈവദാസന്മാരെ ബലപ്പെടുത്തിയല്ലോ. അല്പസമയം കൂടെ നമുക്കറിയാം, ഇന്ന് കർത്താവിന്റെ ദാസന്മാർ ഭവനത്തിന്റെ അകത്ത് വെച്ച് വ്യക്തമായി പറഞ്ഞു, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനാണ് ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കും പോലെ ആ പാറ ക്രിസ്തുവാണ് എന്ന് കർത്താവിന്റെ ദാസന്മാർ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കേണ്ടതായിത്തീർന്നു. ആകയാൽ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നും നൈമിഷികമാണെന്നും ഈ ഭൂമിയിലെ വാസം കഴിയുമ്പോൾ നിത്യമായ ഒരു ഭവനം 9 മാസം 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും അമ്മയുടെ വയറ്റിൽ നാം കിടക്കുന്നു. അതിനുശേഷം ഈ ഭൂമിയിൽ നാം പിറക്കുന്നു. ഏകദേശം ശരീരമാകുന്ന മൺകൂടാരത്തിൽ അതിന്റെ വർഷങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. 60, 70, 80 കൊല്ലം ഈ ഭൂമിയിൽ മൺകൂടാരം ശരീരത്തിൽ വസിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഭവനം വിട്ടുപോകുന്നു. നിത്യമായ ഒരു ഭവനം കർത്താവാകുന്ന യേശു മാനവരാശിക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആ ഭവനം ഇങ്ങനെയാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്കുകൾ പഠിക്കുമ്പോൾ അതിങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, എന്റെ പിതാവിലും വിശ്വസിക്കണം. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മഹാദൈവമാകുന്ന സാക്ഷാൽ ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ അടിസ്ഥാന കൽപ്പനകളെ പ്രമാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുകയുള്ളൂ. ഈ ഭൂമിയിൽ ലഭിക്കുന്ന 70, 80 കൊല്ലം 80 × 365 29,200 ദിവസം മാത്രമാണ് നമ്മൾ ഭൂമിയിൽ പാർക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവ് അനശ്വരമാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവിന് പോകുവാൻ 2 ഭവനമാണ്. ഒന്ന് സ്വർഗീയ ഭവനവും ഒന്ന് നിത്യമായ നരകവും. ആ നിത്യമായ ഭവനത്തിൽ സ്വർഗീയ ഭവനത്തിൽ പോകുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യേണ്ടതിന് അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി സംസാരിക്കുവാൻ ദൈവം നിയോഗിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ടാർസൻ തോമസ് അവർകളാണ്. ഈ നാട്ടിന്റെ കണ്ണിലൂടെയാണ് കർത്താവിന്റെ ദാസൻ. എല്ലാവർക്കും സുഹൃദിനമാണ്. ആകെ അല്പസമയം തന്റെ അനുഭവ സാക്ഷ്യങ്ങളും ദൈവവചനവും ദേശത്തോട് വിളംബരം ചെയ്യും. അതിനായിട്ട് ബഹുമാനത്തോടെ